ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് കുറേ കമൻസ് ആയിട്ട് വരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാ ഫോർ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമൻറ്റായി വരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പുകളെ കുറിച്ചൊക്കെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റീസെന്റ്. പക്ഷെ അത് കുറേ ചാനൽ നമ്മുടെ കുറേ പേർക്ക് അത് ആ ചാനൽ അറിയില്ല. അത് കണ്ടു നോക്കട്ടെ. നമ്മുടെ അജയൻബി 26 നമുക്ക് രണ്ടാമത്തെ ഒരു ചാനലുണ്ട്, അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ കറന്റ് നമ്മളിപ്പോൾ ഇതിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഞാൻ കറന്റ് രണ്ട് മെയിൻ ആപ്പുകളുടെ കാര്യം പറയാം. ഞാൻ മെയിൻലി ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ്സിന് വേണ്ടിയിട്ട് അതിലൊന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആണ് തന്നെയാണ് നമ്മുടെ ക്രെഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ ക്രെഡിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സോ അല്ലെങ്കിൽ കോയിൻസ് വലിയ കാര്യമൊന്നുമില്ല, ₹1 ₹2 എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ കറക്റ്റായിട്ട് അപ്പം തന്നെ ഒരു 99% നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ UPI പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ UPI മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ നമുക്ക് ബാങ്കിന്റെ സൈഡിൽ നിന്ന് മെസ്സേജും സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്രെഡിന്റെ ആപ്പ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ചുമ്മാ പ്രൊമോഷൻ സംഭവം ഒന്നും അല്ല കേട്ടോ, പ്രൊമോട്ട് ചെയ്യാൻ വിചാരിക്കണ്ട. നമ്മൾ നോർമലി ബില്ലടക്കുന്നത് പോലും ഈ സാധനത്തല്ല, നമ്മുടെ BSNL ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സ് നമ്മളിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, ബിൽ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ UPI പേയ്മെന്റും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ സാധനമാണ് മെജോറിറ്റി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ₹1 കിട്ടി. നമ്മൾ നേരത്തെ ബിൽ പേയ്മെന്റ് ചെയ്തപ്പോൾ വന്ന ₹1 എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അതന്നെ ധാരാളമാണ്. അപ്പോൾ പണ്ട് ഞാൻ ഗൂഗിൾ പേ ഒക്കെയാണ് UPI ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ഇപ്പോൾ വൃത്തികെട്ട കുറേ ആവശ്യമില്ലാത്ത കുറേ വൃത്തികെട്ട വോച്ചേഴ്സ് ഒക്കെ തരുന്നത് ഇതിലും കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അതിൽ ഫുൾ വോച്ചേഴ്സ് മാത്രമേ ഉള്ളപ്പോൾ ആർക്കും വേണത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ആമസോൺ UPI ആണ്. അത് നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ് ഞാൻ ആമസോൺ ICICI കാർഡും അതുപോലെ തന്നെ ICICI കാർഡൊക്കെ ബിൽ പേയ്മെന്റ് ചെയ്യാൻ ആമസോൺ ത്രൂ ആണ് അടയ്ക്കുന്നത്. എന്ന് വെച്ചാൽ അവർ പാർട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. നമുക്ക് പിന്നെ ആമസോൺ ICICI കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ബില്ലൊക്കെ നമുക്ക് ആമസോണിന്റെ ആപ്പിൽ തന്നെ കാണിക്കും. അപ്പോൾ അവിടെ തന്നെ വേണമെങ്കിൽ സുഖമായിട്ട് അടയ്ക്കാം. അപ്പോൾ ഈ രണ്ട് ആപ്പുകളാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ എന്തൊക്കെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് വന്ന നമ്മുടെ ചെക്ക് ആപ്പ് നമ്മൾ നോക്കി, ചെക്ക് ആപ്പ് പക്ഷെ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ മെജോറിറ്റി ഉപയോഗിക്കുന്നത് നമ്മുടെ ഒഫീഷ്യലായിട്ട് അവരുടെ ഓൺ ആപ്പുകളാണ്. ഇപ്പോൾ വൺ കാർഡൊക്കെ ഞാൻ അവരുടെ ഓൺ ആപ്പിൽ കൂടെ തന്നെ അടയ്ക്കാറ്, വേറെ സെപ്പറേറ്റ് അടയ്ക്കാറില്ല. എന്നാൽ വൺ കാർഡിൻ്റെ ആപ്പിൽ കൂടെ അടയ്ക്കുമ്പോൾ അപ്പം തന്നെ സാധനം ക്രെഡിറ്റ് ആവും. പിന്നെ നമ്മൾ SBI കാർഡ്സിൻ്റെയും നമ്മൾ ഓൺ SBI കാർഡ്സിൻ്റെ ആപ്പിൽ ത്രൂ തന്നെ അടയ്ക്കാറ്. BOBയുടെ നമ്മൾ മെജോറിറ്റി 50% തേർഡ് പാർട്ടിയും 50% നമ്മൾ അവരുടെ ഒഫീഷ്യൽ ആപ്പിൽ കൂടെ തന്നെ അടയ്ക്കാറ്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ക്രെഡിറ്റ് ത്രൂ അടയ്ക്കുന്നത്, HDFC ആയിക്കോട്ടെ, ആക്സിസ് ആയിക്കോട്ടെ, RBL ആയിക്കോട്ടെ, എല്ലാം നമ്മളിപ്പോൾ ക്രെഡിറ്റ് ത്രൂ തന്നെ അടയ്ക്കുന്നത് കേട്ടോ. മെജോറിറ്റി എല്ലാം MX അടക്കം, American Express അടക്കം നമ്മളിപ്പോൾ ക്രെഡിറ്റ് ത്രൂ അടയ്ക്കുന്നത്. അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവേണ്ട ഇഷ്യൂ സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്രെഡിറ്റിന് അപ്രൂവൽ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടാനും നമ്മുടെ റെഫറൽ ലിങ്ക് എടുക്കുമ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും ക്യാഷ് ബാക്ക് ഉണ്ടെന്നുണ്ട്. അവരെ ഓഫർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, മെജോറിറ്റി ആൾക്കാർ ഇപ്പോൾ ക്രെഡിറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, എല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ആമസോണിൻ്റെ എന്തായാലും ലിങ്ക് കൊടുക്കാൻ പറ്റില്ല, ആമസോണിൻ്റെ ആപ്പ് നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ ഒഫീഷ്യൽ ആപ്പുകളാണ്. നിങ്ങൾ SBIയുടെ കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ SBI കാർഡ്സ് ആപ്പ്, RBLൻ്റെ കാർഡാണെങ്കിൽ MyRBL ആപ്പ്, പിന്നെ ഏതാ HDFC Maxis ഒക്കെ അവരുടെ നെറ്റ് ബാങ്കിങ് ആപ്പുകൾ, മൊബൈൽ ബാങ്കിങ് ആപ്പുകൾ തന്നെയാണ്. അതിന് സെപ്പറേറ്റ് വേറെ ആപ്പുകളൊന്നും ഇല്ല. Amexനാണെങ്കിൽ സെപ്പറേറ്റ് ആപ്പ് ഉണ്ട്. അപ്പോൾ Amexനാകുമ്പോൾ നമുക്ക് ഇതാണ് ആപ്പ് വരുന്നത്. Amex എന്ന് പറഞ്ഞൊരു ആപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇതിലും പക്ഷേ ബിൽ പേയ്മെന്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തേർഡ് പാർട്ടി ആപ്പ് കൂടെ തന്നെ ചെയ്യുന്നത് നല്ലത്. പിന്നെ ഏതാ യെസ് ബാങ്ക് ആയാലും നമ്മൾ ക്രെഡിറ്റ് ത്രൂ തന്നെ ചെയ്യുന്നത്. പിന്നെ ഏതാ കോട്ടക്കായാലും നമ്മൾ ക്രെഡിറ്റ് ത്രൂ തന്നെ ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ കോട്ടക്ക് നമുക്ക് ഇപ്പോൾ അക്കൗണ്ട് സംഭവമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ക്രെഡിറ്റ് ത്രൂ തന്നെ ചെയ്യുന്നത്. മെജോറിറ്റി നമുക്ക് എന്തെങ്കിലും ക്യാഷ് ബാക്ക് കിട്ടിയതായല്ലോ. ₹1, ₹2, ₹5, ₹10 കിട്ടണത് കിട്ടിയ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇത് കുറേ പേരെ ചോദിക്കുന്നത്. നമ്മൾ മറ്റേ ഓൾറെഡി ഒരു ആഴ്ച മുമ്പ് കിട്ടുന്നതാണ്, പക്ഷേ പിന്നെയും ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഏത് ആപ്പ് ഉപയോഗിക്കുന്നത് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒന്നുകൂടി എടുക്കാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് ചാനൽസും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം. ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്താൽ മതി, എല്ലാ സംഭവങ്ങളും കിട്ടും. ടെലിഗ്രാം ചാനലും Instagram പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാം.